നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +1 തുല്യതാ പഠിതാക്കൾക്കായി 2026 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള മലയാളം മാതൃകാ ചോദ്യപേപ്പർ വിശകലനമാണ്. മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുക. തുടർന്നുള്ള ദിവസങ്ങളിൽ അക്ഷരകൈരളിയിലെ മറ്റു വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉചിതമായ ഉത്തരം കണ്ടെത്തി എഴുതുവാനാണ്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന കൃതി ഏത്? ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന കൃതി ഏത്? ഓപ്ഷൻസ്: ജ്ഞാനപ്പാന, ലീല, രമണൻ. ഉത്തരം ജ്ഞാനപ്പാന. ഉത്തരം ജ്ഞാനപ്പാന. പേജ് നമ്പർ 101 പൂന്താനം രചിച്ച ജ്ഞാനപ്പാന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭക്തി പാഠ്യ കാവ്യങ്ങളിൽ ഒന്നാണ്. ഈ കാവ്യത്തിൽ ആത്മാവിന്റെ ഉണർവിനെയും ഭക്തിയിലേക്കുള്ള മാർഗത്തെക്കുറിച്ചുമെല്ലാം വ്യക്തതയോടെയും ലാളിത്യമുള്ള ഭാഷയിലും പൂന്താനം അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ ധനമോഹം മനുഷ്യനെ എങ്ങനെ തെറ്റിലേക്കും നാശത്തിലേക്കും നയിക്കുന്നു എന്നതിനെക്കുറിച്ച് ഭക്തിപരമായി തന്നെ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, വീണപൂവ് ആരുടെ രചനയാണ്? വീണപൂവ് ആരുടെ രചനയാണ്? ഓപ്ഷൻസ്: വള്ളത്തോൾ, കുമാരനാശാൻ, ചങ്ങമ്പുഴ. ഉത്തരം കുമാരനാശാൻ. ഉത്തരം കുമാരനാശാൻ. പേജ് നമ്പർ 39 കുമാരനാശാന്റെ ലീല എന്ന പ്രണയ കാവ്യമാണ് പഠിക്കുവാനുള്ളത്. ലീലയും മദനനുമാണ് ഇതിലെ നായിക നായകന്മാർ. കുമാരനാശാന്റെ പ്രധാന കൃതികളാണ് വീണപൂവ്, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, പ്രരോദനം, കരുണ തുടങ്ങിയവ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ഏതു സാഹിത്യ വിഭാഗമാണ്? കൊഴിഞ്ഞ ഇലകൾ ഏതു സാഹിത്യ വിഭാഗമാണ്? ഓപ്ഷൻസ്: ജീവചരിത്രം, നോവൽ, ആത്മകഥ. ഉത്തരം ആത്മകഥ. ഉത്തരം ആത്മകഥ. പേജ് നമ്പർ 169 ജോസഫ് മുണ്ടശ്ശേരിയുടെ കരിന്തിരി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള മലയാളത്തിന്റെ വേര് എന്ന പാഠമാണ് പഠിക്കുവാനുള്ളത്. കൊഴിഞ്ഞ ഇലകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാന നിരൂപണ ഗ്രന്ഥങ്ങൾ കാവ്യപീഠിക, മാറ്റൊലി, അന്തരീക്ഷം മാനദണ്ഡം, നാടകാന്തം കവിത്വം, രൂപഭദ്രത തുടങ്ങിയവയാണ്. നാലാമത്തെ ചോദ്യം, ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം രചിച്ചതാര്? ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം രചിച്ചതാര്? ഓപ്ഷൻസ്: സക്കറിയ, ഗാന്ധിജി, നെഹ്റു. ഉത്തരം ഗാന്ധിജി. ഉത്തരം ഗാന്ധിജി. പേജ് നമ്പർ 66 സക്കറിയയുടെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്തിൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, നീയാ എന്റെ ശ്രീഭഗവതി, ചെല്ല് നല്ല കുട്ടിയായിട്ട് അടുക്കളയിലേക്ക് ചെല്ല്. ആരുടെ വാക്കുകൾ? നീയാ എന്റെ ശ്രീഭഗവതി, ചെല്ല് നല്ല കുട്ടിയായിട്ട് അടുക്കളയിലേക്ക് ചെല്ല്. ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: ഭർത്താവ്, അമ്മ, സഹോദരൻ. ഉത്തരം ഭർത്താവ്. ഉത്തരം ഭർത്താവ്. പേജ് നമ്പർ 134 ശ്രീഭഗവതി പ്രശസ്ത സ്ത്രീപക്ഷ എഴുത്തുകാരി ഗീതാ ഹിരണ്യൻ എഴുതിയ ചെറുകഥയാണ്. ഭാര്യയെ സമാശ്വസിപ്പിക്കാനുള്ള തന്ത്രം എന്ന നിലയിലാണ് നീയാ എന്റെ ശ്രീഭഗവതി എന്ന് ഭർത്താവ് പറയുന്നത്. അടുത്തത് ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കാവ്യ സമാഹാരമേത്? താഴെ തന്നിരിക്കുന്നവയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കാവ്യ സമാഹാരമേത്? ഓപ്ഷൻസ്: വിട, കരിന്തിരി, മനസ്സുനി. ഉത്തരം വിട. ഉത്തരം വിട. പേജ് നമ്പർ 118 വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയാണ് പഠിക്കുവാനുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ കയ്പവല്ലരി, വിട, കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, വിത്തും കൈക്കോട്ടും, ഓണപ്പാട്ടുകാർ, കടൽക്കാക്കകൾ, മകരക്കൊയ്ത്ത്, കുരുവികൾ, പച്ചക്കുതിര,
കുടിയൊഴിക്കൽ തുടങ്ങിയവയാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം ഉചിതമായവ ചേർത്തെഴുതുവാനാണ്. 5 എണ്ണമാണ് ചേർത്തെഴുതുവാൻ തന്നിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. എ കോളത്തിൽ തന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു, പ്രണയപരവശേ ശുഭം, കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി, നീയെ ഭാഗ്യത്തികവേലുവോൾ, ഒരു പീഡ എറുമ്പിനും. ബി കോളത്തിൽ തന്നിരിക്കുന്നത് വൈലോപ്പിള്ളി, ശ്രീനാരായണ ഗുരു, പൂന്താനം, കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ. ഇനി ഇതൊന്ന് ചേരുംപടി ചേർത്തെഴുതാം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു പൂന്താനം, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു പൂന്താനം, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ എന്നു തുടങ്ങുന്ന വരികൾ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ നിന്നുള്ളതാണ്. അടുത്തത് പ്രണയപരവശേ ശുഭം കുമാരനാശാൻ, പ്രണയപരവശേ ശുഭം കുമാരനാശാൻ, പ്രണയപരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ ഗുണവതി നെടുമോഹ നിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി എന്ന് തുടങ്ങുന്ന വരികൾ കുമാരനാശാന്റെ ലീലയിൽ നിന്നുള്ളതാണ്. പേജ് നമ്പർ 38. അടുത്തത് കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി കുഞ്ചൻ നമ്പ്യാർ, കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി കുഞ്ചൻ നമ്പ്യാർ, കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി അപ്രദേശങ്ങൾ പതുക്കെ കടന്നു എന്നുള്ള വരികൾ കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശത്തിൽ നിന്നുള്ളതാണ്. പേജ് നമ്പർ 77. അടുത്തത് നീയെ ഭാഗ്യത്തിക വേലുവോൾ വൈലോപ്പിള്ളി, നീയെ ഭാഗ്യത്തിക വേലുവോൾ വൈലോപ്പിള്ളി, നീയെ ഭാഗ്യത്തിക വേലുവോൾ നിന്നാൽ പ്രീത ഞാൻ പ്രകൃഷ്ട ഞാൻ എന്നുള്ള വരികൾ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഉജ്ജ്വല മുഹൂർത്തത്തിൽ നിന്നുള്ളതാണ്. പേജ് നമ്പർ 118. അടുത്തത് ഒരു പീഡ എറുമ്പിനും ശ്രീനാരായണ ഗുരു, ഒരു പീഡ എറുമ്പിനും ശ്രീനാരായണ ഗുരു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്നുള്ള വരികൾ ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകത്തിൽ നിന്നുള്ളതാണ്. പേജ് നമ്പർ 110. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. തന്നിരിക്കുന്ന ഗദ്യഭാഗം എന്ന് നോക്കാം. ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീത കവി വള്ളത്തോൾ നാരായണ മേനോന്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയെ പഠനവിധേയമാക്കുന്ന ഡോക്ടർ എം ലീലാവതിയുടെ ലേഖനമാണ് കിളിക്കൊഞ്ചൽ. ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയ്ക്കുണ്ടാകുന്ന ആനന്ദാതിരേകം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കവിതയാണ് കിളിക്കൊഞ്ചൽ. ശൈശവ സംബന്ധിയായ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും ഈ കവിതയെ അനുപമ സുന്ദരമാക്കുന്നു. ഇനി ഇതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നോക്കാം. 8ാമത്തെ ചോദ്യം, ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീതനായ കവി ആര്? ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീതനായ കവി ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. 9ാമത്തെ ചോദ്യം, കിളിക്കൊഞ്ചൽ എന്ന ലേഖനം എഴുതിയതാര്? കിളിക്കൊഞ്ചൽ എന്ന ലേഖനം എഴുതിയതാര്? ഉത്തരം ഡോക്ടർ എം ലീലാവതി. ഉത്തരം ഡോക്ടർ എം ലീലാവതി. അടുത്തത് 10ാമത്തെ ചോദ്യം, കിളിക്കൊഞ്ചൽ എന്ന കവിതയെ അനുപമ സുന്ദരമാക്കുന്നതെന്ത്? കിളിക്കൊഞ്ചൽ എന്ന കവിതയെ അനുപമ സുന്ദരമാക്കുന്നതെന്ത്? ഉത്തരം ശൈശവ സംബന്ധിയായ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും ഈ കവിതയെ അനുപമ സുന്ദരമാക്കുന്നു. ശൈശവ സംബന്ധിയായ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും ഈ കവിതയെ അനുപമ സുന്ദരമാക്കുന്നു. അടുത്തത് 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 11ാമത്തെ ചോദ്യം, ദർബനിലെ ഹൈവേയിൽ സക്കറിയ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? ദർബനിലെ ഹൈവേയിൽ സക്കറിയ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? പേജ് നമ്പർ 67 സക്കറിയയുടെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം ഹൈവേയുടെ ഇരുഭാഗത്തും പൂത്തലഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികൾ, കുറ്റിച്ചെടികൾ, ധാന്യവയലുകൾ, വിളകൾ, പഴത്തോട്ടങ്ങൾ ഇവയൊക്കെ നിറഞ്ഞ ദക്ഷിണാഫ്രിക്കയുടെ മനോഹരമായ ഭൂപ്രദേശമാണ് യാത്രയിൽ സക്കറിയ കണ്ട കാഴ്ചകൾ. 12ാമത്തെ ചോദ്യം,
വാസനാപ്രകൃതി എന്ന ചെറുകഥയുടെ സവിശേഷതകൾ എഴുതുക. വാസനാപ്രകൃതി എന്ന ചെറുകഥയുടെ സവിശേഷതകൾ എഴുതുക. പേജ് നമ്പർ 87 വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ രചിച്ച വാസനാപ്രകൃതി മലയാളത്തിലെ ആദ്യ കഥയായി കണക്കാക്കപ്പെടുന്നു. നായകൻ തന്നെ കഥ പറയുന്നയാളാകുന്ന രീതിയിലാണ് വാസനാപ്രകൃതി എന്ന കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓർമ്മയിൽ നിന്നും കഥ പറയുന്ന രീതിയാണ് കഥാകൃത്ത് സ്വീകരിച്ചിരിക്കുന്നത്. കുറിക്കുകൊള്ളുന്ന നർമ്മവും ആക്ഷേപഹാസ്യവും ആത്മവിമർശന സ്വഭാവമുള്ള ഭാഷയും കഥയുടെ പ്രധാന സവിശേഷതകളാണ്. പഴഞ്ചൊല്ലുകളും പ്രയോഗങ്ങളും ദൈനംദിന ജീവിത ഭാഷയും കഥയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇനി പറയുന്ന പോയിന്റുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വൺ വേർഡായി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കേസരി, വജ്രബാഹു, വജ്രസൂചി എന്നീ തൂലികാ നാമങ്ങളിൽ കഥകൾ പ്രസിദ്ധീകരിച്ചിരുന്നതും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. ദ്വാരക, മേനോക്കിയെ കൊന്നതാര്, മദിരാശി പിത്തലാട്ടം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. 13ാമത്തെ ചോദ്യം, വ്യാകരണ പഠനത്തെക്കുറിച്ചുള്ള EV കൃഷ്ണപിള്ളയുടെ വീക്ഷണമെന്ത്? വ്യാകരണ പഠനത്തെക്കുറിച്ചുള്ള EV കൃഷ്ണപിള്ളയുടെ വീക്ഷണമെന്ത്? പേജ് നമ്പർ 100 EV കൃഷ്ണപിള്ളയുടെ വാക്കുകൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. EV കൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തിൽ വ്യാകരണം ഭാഷാ പഠനത്തിന്റെ ഒരു ഭാഗമാണ്. അതൊരു സ്വതന്ത്ര വിഷയമായി പഠിക്കേണ്ടതല്ല. വ്യാകരണ നിയമങ്ങൾ മാത്രം മനഃപ്പാഠമാക്കുന്നതിലൂടെ ഭാഷാ പരിജ്ഞാനം ലഭിക്കില്ല. വായന, എഴുത്ത്, സംസാരം എന്നിവയിലൂടെ ഭാഷ പ്രയോഗിച്ചുകൊണ്ടാണ് വ്യാകരണം സ്വായത്തമാക്കേണ്ടത്. ഭാഷയുടെ സൗന്ദര്യവും ശുദ്ധതയും വളർത്താൻ സഹായിക്കുന്ന രീതിയിലായിരിക്കണം വ്യാകരണ പഠനം എന്നതാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം. 14ാമത്തെ ചോദ്യം, നീചനാകിലും നാഥൻ ദൈവതം കുലസ്ത്രീക്ക് ഉജ്ജ്വല മുഹൂർത്തം സന്ദർഭം വിവരിക്കുക. നീചനാകിലും നാഥൻ ദൈവതം കുലസ്ത്രീക്ക് ഉജ്ജ്വല മുഹൂർത്തം സന്ദർഭം വിവരിക്കുക. പേജ് നമ്പർ 118 വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വല മുഹൂർത്തത്തിലെ ചോദ്യത്തിന് ആസ്പദമായ സന്ദർഭം നോക്കാം. വനവാസ കാലത്ത് ഒരിക്കൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. മുനിയും പത്നിയും അതിഥികൾക്ക് വളരെ നല്ല രീതിയിൽ സ്വീകരണം നൽകി. സൽക്കാരങ്ങൾക്ക് ശേഷം മുനിപത്നിയായ അനസൂയ സീതയെ വിളിച്ച് വാത്സല്യപൂർവ്വം പറയുന്നതാണ് സന്ദർഭം. ആ വരികൾ ഒന്ന് നോക്കാം. മകളെ പതിധർമ്മചാരിണി നീയെ ഭാഗ്യത്തിക വേലുവോൾ, നിന്നാൽ പ്രീത ഞാൻ പ്രകൃഷ്ട ഞാൻ, നീചനാകിലും നാഥൻ ദൈവതം കുലസ്ത്രീക്കു, നീ സുഹൃതിനി രാമൻ നിൻപ്രിയൻ ലോകപ്രിയൻ. കാനനവാസം ആരംഭിച്ചതിനാൽ വാടിപ്പോയ സീതയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അനസൂയ പറയുന്നു, ഭർത്തൃധർമ്മത്തിനൊപ്പം സഞ്ചരിക്കുന്ന നീയാണ് ഭാഗ്യവതി. പതി ദുഷ്ടനാണെങ്കിൽ പോലും പതിവ്രതയായ സ്ത്രീക്ക് അയാൾ ദൈവതുല്യനാണ്. സീതയുടെ ഭർത്താവ് ശ്രീരാമൻ ലോകത്തിന് മുഴുവൻ പ്രിയപ്പെട്ടവനാണെന്നും അതിനാൽ സുഹൃതിനിയായ സീത ഭാഗ്യം തികഞ്ഞവളാണെന്നും അനസൂയ പറയുന്നു. 15ാമത്തെ ചോദ്യം, വയോജന ദിനത്തിൽ നിങ്ങൾ നടത്തുന്ന പദയാത്രയ്ക്ക് 2 മുദ്രാവാക്യങ്ങൾ നിർമ്മിക്കുക. വയോജന ദിനത്തിൽ നിങ്ങൾ നടത്തുന്ന പദയാത്രയ്ക്ക് 2 മുദ്രാവാക്യങ്ങൾ നിർമ്മിക്കുക. സൂചന തന്നിട്ടുണ്ട്. വാർദ്ധക്യം തളർച്ചയല്ല, അനുഭവങ്ങളുടെ കരുത്താണ്. ഇതുപോലെയുള്ള മുദ്രാവാക്യങ്ങളാണ് തയ്യാറാക്കേണ്ടത്. നോക്കാം. 1. വയോജനങ്ങൾ നമ്മുടെ സമ്പത്ത്, സംരക്ഷണം നമ്മുടെ കടമ. വയോജനങ്ങൾ നമ്മുടെ സമ്പത്ത്, സംരക്ഷണം നമ്മുടെ കടമ. 2. വയോജന സംരക്ഷണം ഓരോ കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം. വയോജന സംരക്ഷണം ഓരോ കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം. 3. വയോജന സൗഹൃദ സമൂഹം നാളെയുടെ മികച്ച ലോകം. വയോജന സൗഹൃദ സമൂഹം നാളെയുടെ മികച്ച ലോകം. 4. വയോജനങ്ങളെ ചേർത്ത് പിടിക്കൂ, മനുഷ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. വയോജനങ്ങളെ ചേർത്ത് പിടിക്കൂ, മനുഷ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. ഇതിൽ നിന്നും ഏതെങ്കിലും 2 എഴുതുക. അടുത്തത് 16ാമത്തെ ചോദ്യം, നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറയാനിടയായ സാഹചര്യം ഏത്? നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറയാനിടയായ സാഹചര്യം ഏത്? പേജ് നമ്പർ 134
ഗീതാഹിരണ്യൻ എഴുതിയ ശ്രീഭഗവതി എന്ന ചെറുകഥയിൽ നിന്നുള്ള ചോദ്യമാണ്. ശ്രീഭഗവതി എന്ന കഥ സ്ത്രീപക്ഷ സ്വഭാവം പുലർത്തുന്നതാണ്. ഗാർഹികമായ സമ്മർദ്ദങ്ങൾ, സ്ത്രീയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ കഥയിൽ ഉടനീളം കാണാം. ഉത്തരം നോക്കാം. വാഷ് ബേസിന് ചോട്ടിലിരിക്കുന്ന ചവറ്റുകുട്ടയിലെ വേസ്റ്റുകൾ താഴെ കുപ്പയിൽ കൊണ്ട് കളയാൻ ഭാര്യ ഭർത്താവിനോട് ആവശ്യപ്പെടുകയും കാലുകൊണ്ട് അമർത്തിത്താഴ്ത്തി ഇനി അതിലൊട്ടും സ്ഥലമില്ല എന്നും ഭർത്താവിനോട് പറയുന്നു. എന്നാൽ ആ ചവറ്റുകൊട്ടയും വേസ്റ്റും കണ്ട് അയാൾക്ക് അറപ്പ് തോന്നുകയും ഇത് എനിക്ക് വെച്ചിരിക്കുന്ന പണിയാണോ എന്നും ഭാര്യയ്ക്ക് തന്നെ കൊണ്ട് കളയാൻ പാടില്ലായിരുന്നോ എന്നും കുറ്റപ്പെടുത്തുന്നു. ഈ സന്ദർഭത്തിലാണ് നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്ന് ഭാര്യ പറയുന്നത്. വീടുമായി കെട്ടിമറിഞ്ഞ് കുട്ടിയുടെ അസുഖവും വീട്ടുകാര്യങ്ങളും വരെ നോക്കേണ്ടി വരുന്ന കേരളീയ സ്ത്രീ അവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഈ കഥ. 17ാമത്തെ ചോദ്യം, ഉചിതമായവ പട്ടികപ്പെടുത്തുക. ഉചിതമായവ പട്ടികപ്പെടുത്തുക. 5 എണ്ണമാണ് പട്ടികപ്പെടുത്തുവാൻ തന്നിരിക്കുന്നത്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 1ാമത്തെ കോളത്തിൽ സാഹിത്യകാരന്മാർ, 2ാമത്തെ കോളത്തിൽ അവരുടെ കൃതികൾ, 3ാമത്തെ കോളത്തിൽ ആ കൃതികളിലെ വരികളും സംഭാഷണങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇതാണ് ചേരുംപടി ചേർക്കുവാനുള്ളത്. 1ാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാർ ടി വി കൊച്ചുബാവ, ബഷീർ, പൂന്താനം, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, കുഞ്ചൻ നമ്പ്യാർ. കൃതികൾ വാസനാപ്രകൃതി, സഭാപ്രവേശം, വൃദ്ധസദനം, അനർഘനിമിഷം, ജ്ഞാനപ്പാന. വരികളും സംഭാഷണങ്ങളും വീരാളിപ്പട്ടു മുരച്ചുകയറ്റി വീരൻ പതുക്കെ പദം കൊണ്ട് തപ്പി. കളവ് ചെയ്യുന്നത് 2 വിധമാണ്. ചോദ്യപേപ്പറിൽ കുളി എന്നാണ് എഴുതിയിരിക്കുന്നത്, അക്ഷരത്തെറ്റാണ്. കളവ് ചെയ്യുന്നത് 2 വിധമാണ് എന്നതാണ് ശരി. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. സത്യം എന്നത് ബ്രഹ്മം അത് തന്നെ. നമുക്ക് അകന്നു കഴിയാം നമ്മുടെ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. 1 ടി വി കൊച്ചുബാവ, വൃദ്ധസദനം, നമുക്ക് അകന്നു കഴിയാം നമ്മുടെ ബന്ധം നിർത്തിക്കൊണ്ട് തന്നെ. ടി വി കൊച്ചുബാവ, വൃദ്ധസദനം, നമുക്ക് അകന്നു കഴിയാം നമ്മുടെ ബന്ധം നിർത്തിക്കൊണ്ട് തന്നെ. 2 ബഷീർ, അനർഘനിമിഷം, യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. 2 ബഷീർ, അനർഘനിമിഷം, യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. 3 പൂന്താനം, ജ്ഞാനപ്പാന, സത്യമെന്നത് ബ്രഹ്മം അത് തന്നെ. 3 പൂന്താനം, ജ്ഞാനപ്പാന, സത്യമെന്നത് ബ്രഹ്മം അത് തന്നെ. 4 വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, വാസനാപ്രകൃതി, കളവ് ചെയ്യുന്നത് 2 വിധമാണ്. 4 വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, വാസനാപ്രകൃതി, കളവ് ചെയ്യുന്നത് 2 വിധമാണ്. 5 കുഞ്ചൻ നമ്പ്യാർ, സഭാപ്രവേശം, വീരാളിപ്പട്ടു മുരച്ചുകയറ്റി വീരൻ പതുക്കെ പദം കൊണ്ട് തപ്പി. 5 കുഞ്ചൻ നമ്പ്യാർ, സഭാപ്രവേശം, വീരാളിപ്പട്ടു മുരച്ചു കയറ്റി വീരൻ പതുക്കെ പദം കൊണ്ട് തപ്പി. ഈ ക്രമത്തിൽ വേണം ഇതെഴുതാൻ. അടുത്തത് 18 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് 4ഓ 5ഓ വാക്യത്തിൽ ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 18ാമത്തെ ചോദ്യം, അനുകമ്പയെ ശ്രീനാരായണ ഗുരു വിശദീകരിക്കുന്നത് എങ്ങനെ? അനുകമ്പയെ ശ്രീനാരായണ ഗുരു വിശദീകരിക്കുന്നത് എങ്ങനെ? ശ്രീനാരായണ ഗുരു അനുകമ്പാ ദശകത്തിൽ അനുകമ്പയെ സർവ ജീവികളോടുമുള്ള കരുണയും സ്നേഹവുമായി അവതരിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖങ്ങളായി കാണുകയും അവരെ സഹായിക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുന്നതാണ് അനുകമ്പ. ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാതെ എല്ലാ ജീവജാലങ്ങളോടും സദാ കരുണ കാണിക്കണമെന്നും ഗുരു ഉപദേശിക്കുന്നു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സഹജീവികളായി കണ്ട് അവരുടെ നന്മ ആഗ്രഹിക്കേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നു. ജീവകാരുണ്യത്തിലൂടെയാണ് മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതെന്നും അനുകമ്പ മനുഷ്യന്റെ ശ്രേഷ്ഠ ഗുണമാണെന്നും ഗുരു അനുകമ്പാ ദശകത്തിൽ വ്യക്തമാക്കുന്നു. അതിനാൽ എല്ലാ ജീവികളോടും ദയയും സ്നേഹവും പുലർത്തുന്നതാണ് യഥാർത്ഥ അനുകമ്പ. 19ാമത്തെ ചോദ്യം, ഈ ഓർമ്മ എന്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. ഇവിടെ ആഖ്യാതാവ് സൂചിപ്പിക്കുന്നതെന്ത്? ഈ ഓർമ്മ എന്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. ഇവിടെ ആഖ്യാതാവ് സൂചിപ്പിക്കുന്നതെന്ത്? പേജ് നമ്പർ 20 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘനിമിഷം എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ജീവിതത്തെ അതിൻ്റെതായ തനിമയിലും സാധാരണ ഭാഷയിലും ഹാസ്യത്തിന്റെ മേമ്പൊടി ചാർത്തി
ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുവാൻ ബഷീറിന് കഴിഞ്ഞിട്ടുണ്ട്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ രചനകൾ മലയാള സാഹിത്യത്തിന് ഒരു വലിയ സംഭാവനയാണ്. മനുഷ്യന്റെ ജീവിതാന്ത്യ ദർശനങ്ങളാണ് അനർഘ നിമിഷം എന്ന കഥയിലൂടെ ബഷീർ അവതരിപ്പിക്കുന്നത്. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. തന്റെ യാത്രയ്ക്കുള്ള സമയം അടുത്തിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. യാത്രയ്ക്കുള്ള സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതയാത്രയുടെ അവസാന ഘട്ടം, അതായത് മരണമാണെന്ന് പാഠഭാഗത്തിൽ നിന്നും വ്യക്തമാകുന്നു. ആ വേർപാടിന്റെ ചിന്ത, അതായത് മരണമെന്ന സത്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നതായി കഥാകൃത്തിന് അനുഭവപ്പെടുന്നു. ഒരുവന്റെ ജീവിതവും മരണവും അവന്റെ മാത്രം കാര്യമാണ്. ഒരുവന്റെ മാനസിക നില മനസ്സിലാക്കി അവനോട് പെരുമാറാനും സഹായിക്കാനും സാന്ത്വനിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വമുള്ളപ്പോഴും കൂട്ടുകാർ പഴയപടി പെരുമാറുന്നതിലുള്ള വേദന ബഷീർ തുറന്നു പറയുന്നു. അന്ത്യകാലത്ത് എല്ലാവരും നേരിടേണ്ടി വരുന്ന വീർപ്പുമുട്ടലാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 20ാമത്തെ ചോദ്യം, ഷെപ്സ്റ്റോൺ കുറിപ്പെഴുതുക. ഷെപ്സ്റ്റോൺ കുറിപ്പെഴുതുക. പേജ് നമ്പർ 66 സക്രിയയുടെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ആഫ്രിക്കയിലെ ഒരു പ്രധാന പട്ടണമാണ് ഷെപ്സ്റ്റോൺ. സമുദ്രതീര വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പ്രദേശമാണ്. വെട്ടിത്തിളങ്ങുന്ന വെയിലുള്ള സ്ഥലമാണ്. ദക്ഷിണാഫ്രിക്കയിലെ സൂര്യപ്രകാശം വെയിൽ തേടുന്ന പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കിടയിൽ പ്രസിദ്ധമാണ്. ഷെപ്സ്റ്റോണിലെ മറ്റൊരു പ്രത്യേകത രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നതിൽ അധികൃതർ കാണിക്കുന്ന ശ്രദ്ധയാണ്. ഓരോരുത്തരുടെയും അഭിരുചിക്ക് പ്രാധാന്യം നൽകുന്നു. ഷെപ്സ്റ്റോണിലെ ഒരു റെസ്റ്റോറന്റിലെ ഭക്ഷണശാലയിൽ സുന്ദരിയായ ഒരു വെള്ളക്കാരി യുവതിയാണ് മത്സ്യത്തിന്റെ ചുമതലക്കാരി. ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് ആവശ്യപ്പെടുന്ന മത്സ്യം വലയിലാക്കി തിളങ്ങുന്ന വലിയ കത്തിയും കയ്യിലെടുത്ത് ഒരു മന്ത്രവാദിനിയെ പോലെ പാചകപ്പുരയിലെത്തുന്ന ആ സുന്ദരിയെ ആരും അത്ഭുതകരമായി നോക്കി നിൽക്കും. 21ാമത്തെ ചോദ്യം, ലീലയോട് തോഴി പറഞ്ഞ ശുഭകരമായ വാർത്ത എന്തായിരുന്നു? ലീലയോട് തോഴി പറഞ്ഞ ശുഭകരമായ വാർത്ത എന്തായിരുന്നു? പേജ് നമ്പർ 38 ലീല കുമാരനാശാന്റെ പ്രശസ്ത കാവ്യമാണ്. ലീല ഭർത്താവിന്റെ മരണത്തിന് ശേഷം തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ലീലയുടെ അച്ഛനമ്മമാർ മരണപ്പെട്ടിരുന്നു. ലീലയുടെ കാമുകനായിരുന്ന മദനൻ ലീലയുടെ വിവാഹശേഷം ബുദ്ധിഭ്രമം ബാധിച്ച് നാടുവിട്ടോടിപ്പോയി. എല്ലാം നഷ്ടപ്പെട്ട ലീല സ്വബോധമറ്റ് കിടക്കുകയാണ്. അപ്പോഴാണ് തോഴിയായ മാധവി വന്ന് നീണ്ട മോഹാലസ്യത്തിൽ നിന്ന് ഉണരുവാനും നിന്റെ പ്രിയതമനായ മദനൻ ഒരിടത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നത്. തോഴിയുടെ ഈ വാക്കുകൾ പാടിക്കിടന്ന പിച്ചകച്ചെടിയിൽ ഏറെ കാലത്തിന് ശേഷം മഴത്തുള്ളി വീണതുപോലെയാണ് ലീലയ്ക്ക് അനുഭവപ്പെട്ടത്. 22ാമത്തെ ചോദ്യം, ശ്രീഭഗവതിയിലെ ഭർത്താവ് എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എഴുതുക. ശ്രീഭഗവതിയിലെ ഭർത്താവ് എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എഴുതുക. പുരുഷ മേധാവിത്വ സമൂഹത്തിലെ സ്ത്രീയെയാണ് ശ്രീഭഗവതി എന്ന കഥയിലൂടെ ഗീതാഹിരണ്യൻ അവതരിപ്പിക്കുന്നത്. പുരുഷന്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥയിലെ ഭർത്താവ് ഒരു പൊതുപ്രവർത്തകനാണ്. രാഷ്ട്രീയത്തിലെ കപട മുഖങ്ങളോട് അയാൾക്ക് പ്രതിപത്തിയില്ല. സ്ത്രീ പുരുഷ ഭേദം കൂടാതെ എല്ലാവരോടും സൗഹൃദപൂർവ്വം ഇടപെടാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാൾക്ക് ഭാര്യയോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ഓരോരോ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഭാര്യ വഴക്കുകൂടാൻ ശ്രമിക്കുമ്പോഴും സംയമനം പാലിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. മകളെ താലോലിക്കാനും അയാൾ മടി കാണിക്കുന്നില്ല. പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഭർത്താവിന്റെ ഉള്ളിലെ പുരുഷാധിപത്യം തന്നെയാണ് മേൽക്കൈ നേടുന്നത്. 23ാമത്തെ ചോദ്യം, സംഘകൃതികൾ ലഘുകുറിപ്പ് തയ്യാറാക്കുക. സംഘകൃതികൾ ലഘുകുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 170 ജോസഫ് മുണ്ടശ്ശേരിയുടെ കരിന്തിരി എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ള മലയാളത്തിന്റെ വേര് എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. മധുരയിൽ രാജവാഴ്ചയുടെ വളർച്ച കൂടിയപ്പോൾ രാജസഭയിൽ വിദ്വാൻ പരിഷത്ത് അഥവാ പണ്ഡിത സഭയുമുണ്ടായി. അത് മധുരൈ സംഘം എന്നറിയപ്പെട്ടു. ആ സംഘ കവികളുടെ കൃതികളാണ് പഴയ ഭാഷാ കൃതികളായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. തൊൽക്കാപ്പിയം, പതിറ്റുപ്പത്ത്, അകനാനൂറ്, പുറനാനൂറ്, ചിലപ്പതികാരം എന്നിവ കേരള ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്ന സംഘകൃതികളാണ്. തൊൽക്കാപ്പിയം പോലുള്ള വ്യാകരണ ഗ്രന്ഥങ്ങൾ
ഭാഷയ്ക്കൊരു അന്തസ് നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 24-ാമത്തെ ചോദ്യം, വാസനാപ്രകൃതിയിലെ ഒരു ഹാസ്യ സന്ദർഭം എഴുതുക. വാസനാപ്രകൃതിയിലെ ഒരു ഹാസ്യ സന്ദർഭം എഴുതുക. മലയാളത്തിലെ ആദ്യ കഥയെന്ന് പ്രസിദ്ധി നേടിയതാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാപ്രകൃതി. കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഇക്കണ്ടക്കുറുപ്പ്. മോഷണം പാരമ്പര്യ തൊഴിലായി സ്വീകരിച്ചയാളാണ്. തന്റെ വിഡ്ഢിത്തം മൂലമാണ് രാജശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്ന് ഇക്കണ്ടക്കുറുപ്പ് പറയുന്നു. അയാൾ മോഷ്ടിച്ച ഒരു മോതിരം തന്റെ കാമുകിയെ കൊണ്ട് അയാളുടെ വിരലണിയിച്ചു. എന്നാൽ മറ്റൊരു മോഷണത്തിനിടയിൽ ആ മോതിരം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ നഷ്ടപ്പെട്ട മോതിരം മോഷണ മുതലാണെന്ന് ഓർക്കാതെ അയാൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ മോതിരം നഷ്ടപ്പെട്ടത് അയാൾ നോട്ട് ബുക്ക് മോഷ്ടിക്കുന്നതിനിടയിലാണ്. ആ തൊണ്ടി മുതൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പിടിക്കപ്പെടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. മോതിരം നഷ്ടപ്പെട്ടപ്പോൾ കേസ് കൊടുത്തത് വലിയ വിഡ്ഢിത്തമായി അയാൾ കരുതുന്നു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. കൂടാതെ അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള മറ്റു വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.